ചിങ്കാരക്കിന്നരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൊരു ദേവാ പുന്നാരം കുറുമ്പുറങ്ങുമി കുറുമ്പും ചുണ്ടത്തി മണിപ്പതക്കം താ അമ്മാനം അമ്മാനം കുഞ്ഞിക്കുഴിരമ്പിളിയെ ചെല്ലച്ചെറു കുമ്പിളിയെ മമ്മമ്മമുണ്ട് മിന്നാരം കണ്ടു മിന്നാ മിന്നിയായി വാവാഹോ വാവാഹോ ചിങ്കാരക്കിന്നരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കുരു ദേവാ പുന്നാരം പുന്നാരം ചിങ്കാരക്കിന്നരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കുരു ദേവാ പുന്നാരം പുന്നാരം കുറുമ്പുറങ്ങി കുരുങ്ങു ചുണ്ടത്തിൽ മണിപ്പതക്കം താ അമ്മാനം ചിങ്കാരക്കിന്നരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കുരു ദേവാ പുന്നാരം പുന്നാരം കുറുമ്പുറങ്ങുമി കുറുങ്ങു ചുണ്ടത്തെ മണിപ്പതക്കം താ അമ്മാനം അമ്മാനം കുഞ്ഞിക്കുഴിരമ്പിളിയെ ചെല്ലച്ചെറു കുമ്പിളിയെ മമ്മമ്മമുണ്ട് മിന്നാരം കണ്ടു മിന്നാ മിന്നിയായി വാവാഹോ വാവാഹോ രാരിരോ രാരിരോ
പൊൻവീണി എന്നുള്ളിൽ മൗനം വാങ്ങും ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ ദൂതും പേരി നീങ്ങും മേഘം മണ്ണിനീതും ഏതോ കാര്യം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി പൊന്നിനി എന്നുള്ളിൽ മൗനം വാങ്ങും ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ വെൺമതികല ചൂടും വിണ്ണിൻ ചാരുതയിൽ പൂഞ്ചിറകുകൾ നീതി വാനിന്നതിരുകൾ തേടി പറന്നേറുന്നു മനം മറന്നാടുന്നു സ്വപ്നങ്ങൾ നെയ്തും നവരത്നങ്ങൾ പെയ്തും സ്വപ്നങ്ങൾ നെയ്തും നവരത്നങ്ങൾ ചെയ്തും അറിയാതെ അറിയാതെ അമൃത സരസിൽ കരയിൽ പൊൻവീണി എന്നുള്ളിൽ മൗനം വാങ്ങും ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ ലാ 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 ഇല്ല മരിച്ചിട്ടില്ല നിന്റെ പാട്ട് കേൾക്കാം നീ വരും നോക്കൂ, ആ നടക്കുന്ന ആളെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ബഷീർ മാഷി. ബേപ്പൂർ സുൽത്താൻ അല്ലട്ടോ, നമ്മുടെ സുൽത്താൻ. ആ നടത്തം കണ്ടാലറിയും അദ്ദേഹം ആകെ അസ്വസ്ഥനാണ്. പിന്നെ ആ പിറകിൽ നിൽക്കുന്നവരെ കണ്ടില്ലേ? അവർ ഈ വേദി അവരല്ല, ഇവിടുത്തെ കഥാപാത്രങ്ങളാണ്. ബഷീർ മാഷിന്റെ ആ നടത്തം നോക്കൂ. അദ്ദേഹം നടന്നാലോചിക്കുന്നു, ഇരുന്നാലോചിക്കുന്നു, നിന്നാലോചിക്കുന്നു. അദ്ദേഹത്തെ അലട്ടുന്ന പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അല്ലെങ്കിൽ ഞാൻ പറയാം, അത് നിങ്ങൾ തന്നെയാ. നോക്കണ്ട, നിങ്ങൾ തന്നെ. കാരണം ഞാൻ പറയാം, ഇവിടുത്തെ പഠനം കഴിഞ്ഞ് മൂടും തട്ടി പോയവരല്ലേ നിങ്ങൾ. അതിലെത്ര പേര് പിന്നെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കി? ചിലവരൊക്കെ വന്നും പോയിരുന്നു, മറ്റു ചിലര് ഈ പാട്ടി കയറിയിട്ടില്ല. വിഷമം കാണില്ലേ? അതും ഒരു അധ്യാപകന് എന്തെല്ലാം പ്രതീക്ഷകൾ കാണും, ആ മനുഷ്യന് എന്തെല്ലാം ആഗ്രഹങ്ങൾ കാണും. പാവം, തിരിഞ്ഞു നോക്കാത്ത അവരെ അങ്ങനെ സുഖിക്കാൻ വിട്ടൂടാ എന്ന ചിന്തയോടെയുള്ള നടപ്പാണത്. എന്തു ചെയ്യും, എന്തു ചെയ്യും എന്നാണ് അദ്ദേഹത്തിന്റെ ആലോചന. കിട്ടിപ്പോയി. അദ്ദേഹം തുള്ളിച്ചാടി. ഈ തുള്ളിച്ചാട്ടത്തിനുള്ള കാരണം മറ്റൊന്നുമല്ല, എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. എന്നിട്ട് അതിനൊരു പേരിട്ടു, അതുല്യം. രാജത്തെ നീലക്കടമ്പിൽ നീ എന്റെ കളിത്തോണി കെട്ടിയിട്ടു. ഗ്രൂപ്പ് തുടങ്ങിയതേ ഓർമ്മയുള്ളൂ. മാഷി ഗ്രൂപ്പ് തുടങ്ങിയത് എന്തിനാണെന്നും കൂടി പറയാൻ സമ്മതിക്കാതെ രഞ്ജിനിയുടെ പാട്ടെത്തി. പിന്നെ മറ്റുള്ളവർ വെറുതെ ഇരിക്കുവോ? അവരും അവരുടെ പാട്ടായി വന്നു. ദേ നമ്മുടെ അസീന വന്നു. പതിനാലാം പണിയും
ചെമ്മൂടി പൈങ്കിളി. പിന്നെ ശകുനം പറയാൻ പ്രകാശൻ വന്നു. ഒരു മിഴിതളിൽ ശുഭശകുനം, മറുമിഴിതളിൽ ലവശകുനം. ഒരു മിഴിതളിൽ ശുഭശകുനം, മറുമിഴിതളിൽ ലവശകുനം. വിരമുന തഴുകും നവരാഗമേ. അച്ഛനെ പറയിപ്പിക്കാൻ അല്ലല്ല, അച്ഛനെ പറയാൻ നൗഷാദ് വന്നു. ഇന്നുമൻ പുസ്തകത്താളിൽ മയങ്ങുന്ന നന്നതീയാണച്ചൻ. കടലാത്ത് തോന്നിയപ്പോലെൻ്റെ ബാല്യത്തിലൊഴുകുന്നയാച്ചൻ. ഉടലാർന്ന കാരുണ്യമച്ചൻ, കൽവുന്ന ഭാഗ്യമാച്ചൻ. ശ്രീജിഷ് കുയിൽപ്പാട്ടുമായി എത്തി. കണ്ണിപ്പൂയിലെ കണ്ണിത്തേമൊഴി കാറിൽ ചൊല്ലുമോ. കാവടി കാക്കൻ കൂട്ടി മുട്ടയിട്ടന്നു. ഗ്രൂപ്പ് ലേക്കുകൾ കൊണ്ടും ലോകങ്ങൾ കൊണ്ടും നിറഞ്ഞു. ഇത് കണ്ട് കടിച്ച പൊട്ടാത്ത കവിതയുമായി സാധാരണരും വന്നു. ശിരിയുടെ തിരുമാറിൽ ക്ഷമനേൽപ്പിച്ച മന്നവാ, നിൻ ക്ഷാത്രവീര്യം ക്ഷോണിയോടല്ല വേണ്ടു. നിൻ ക്ഷാത്രവീര്യം ക്ഷോണിയോടല്ല വേണ്ടു. ക്ഷമയുടെ അവതാരമായ ചിരി നിന്നെ ക്ഷത്രജ്ഞ വരപ്പിച്ചതു നീ അറിഞ്ഞതല്ലേ. ഈ കവിതക്ക് എങ്ങനെ ചൊല്ലണ് എന്നാണ് റൂബി. അതിനെന്താ റൂബിയ പ്രശ്നം? പ്രകാശൻ ഉപദേശിയൻ. അത് റൂബി പാട്ട് പറഞ്ഞാൽ അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ആ വരി ഉണ്ടല്ലോ, ആ 2 വരി ഒന്ന് ആദ്യം നന്നായിട്ടൊന്ന് പഠിക്കുക. ആദ്യം ഒന്ന് പറയാൻ പഠിക്കുക, പിന്നെ അതൊന്ന് താളത്തിലേക്ക് പഠിക്കുക. അങ്ങനെ 1-2 തവണ കൊണ്ട് പാടുന്ന സാധനം ശരിക്കും വന്നു. അതുകൊണ്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. പറ്റുമല്ലോ, പറ്റുന്ന ആളെ തന്നെ. പ്രകാശന്റെ ഉപദേശം കേട്ടിട്ട് റൂബി പറഞ്ഞ മറുപടി കേൾക്കണം. നന്നായി. എന്റെ ഉമ്മൊക്കെ പിക്ചറിൽ നിന്നിട്ട് കോഴിനാട്ടില്ല. കോഴി കോഴി ഓടി അറിയും, അല്ലാതെ പാട്ടൊന്നും പാടത്തില്ല. ആ നിക്കട്ടെ, ആ വരുന്ന ആരെങ്ങൾക്ക് അറിയില്ലേ? നമ്മളെ പ്രധാന പാട്ടുകാരനും ഡാൻസറുമായ ഹരി. എത്ര കഷ്ടപ്പെട്ടിട്ട് ഹരി ഓരോ പാട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പാവം പോണ ദുഷ്ടന്മാരെ. ചളുക്കോ പാട്ടുകൾക്കെല്ലാം കൊട്ടക്കണക്കിൽ ലയിക്കും ലോകോടും. മനുഷ്യർ കഷ്ടപ്പെട്ട് പാടിയിട്ട് ഒരു തുറുക്ക്. ഞാനില്ലേ കളിക്ക്, ഞാൻ പോവാ. കാര്യം കൈവിട്ട് തുടങ്ങിയപ്പോ ബഷീർ മാഷാണ്. പക്ഷേ ബഹളത്തിന് കുറവൊന്നും ഉണ്ടായില്ല. ഇത് കണ്ട ബഷീർ മാഷ് ഗ്രൂപ്പ് അഡ്മിൻ സോണിയാണ്. എന്നിട്ട് സമാധാനമായി. എവിടെ ഗ്രൂപ്പിനുള്ളിൽ നിന്നും നിലവിളി. എന്തു പറ്റിയെന്ന് നോക്കിയ സാറ് കണ്ടത് ഗ്രൂപ്പ് അടയ്ക്കുന്ന നേരത്ത് ചിലരുടെ കണ്ണും ചിലരുടെ വിരലും ചിലരുടെ കാലും ഗ്രൂപ്പിനകത്തായി പോയിന്ന്. ഇത് കണ്ട സാറിന് ഗ്രൂപ്പ് തുറക്കാതെ നിർവാഹമില്ലാതെ ഇനി ഇവരോടൊപ്പം കൂടിയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അരയും തലയും നോക്കി
കൂടി ഇറങ്ങൻ. ബഷീർ മാഷ് ഒരു പാട്ടങ്ങുക. കുന്നത്തൊരു കാവുണ്ട്, അതിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂപ്പറിക്കാൻ പോരുന്നു പൂങ്കുയിലെ പെണ്ണാളെ. അറിയുന്നുണ്ട് നിറഞ്ഞാല് അച്ഛൻ കാവല് പോയാല് ആടിപ്പാടാൻ പോരാമോ പൂങ്കുയിലെ പെണ്ണാളെ, പൂങ്കുയിലെ പെണ്ണാളെ. ഗ്രൂപ്പ് ലൈക്കുകൾ കൊണ്ടും കമന്റുകൾ കൊണ്ടും ലൊഗുകൾ കൊണ്ടും നിറഞ്ഞു. ഇത് കണ്ട ഹരിക്ക് റങ്ക് കയറി. ഒന്നും നോക്കില്ല, ഹേമന്ത വിചാരിച്ചു. ഹേമന്തഗീതം സാനന്ദം മൂളും മൂവന്തി പെണ്ണിൻ രോമാഞ്ചമല്ലോ മഞ്ഞിൻ മൊത്തും ചാർത്തി വന്ന സ്മേരപ്പൂക്കൾ ചൂടും. എന്തിനാ ഭാവത്തിന് ഇങ്ങനെ നശിപ്പിക്കണേ? ഹരിയുടെ സങ്കടം കണ്ട് ബഷീർ മാഷി ഗ്രൂപ്പിൽ പുതിയ നിയമം കണ്ടെത്തി. പാടാൻ സമയത്ത് പാട്ടും അതേപോലെ തന്നെ ഡാൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നല്ലതാണ്. ഈ പാട്ടിന് പറഞ്ഞിട്ട് ഈ ഗ്രൂപ്പിൽ ഇഷ്ടംപോലെ പാടുന്നുണ്ട്. അപ്പൊ അവിടെ മൊത്തം പാടാൻ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അതിനിടയ്ക്ക് ഗ്രൂപ്പിലൊരു അധോലോകം രൂപം കൊണ്ടു. അവിടെ പലവിധ ചർച്ചകൾ നടന്നു, നല്ലതും ചീത്തയുമായ പലതും. അതൊന്നും അങ്ങനെ പുറത്തു പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനും പറയുന്നില്ല. മക്കളെ, ആർക്കാ മാങ്ങ വേണ്ടേ? ബഷീർ മാഷിന്റെ ചോദ്യം. ഇത് കേട്ടതും ദുബായ്, അബുദാബി, സലാല, അമേരിക്ക, ബോംബെ, ഡൽഹി, കൽക്കത്ത, എറണാകുളം, വളാഞ്ചേരി, ഷൊർണൂർ, കാലിക്കറ്റ് എന്നിവിടങ്ങളിൽ നിന്ന് പോസ്റ്റൽ നമ്പറുള്ള പെട്ടികൾ വന്നു തുടങ്ങി. രാജത്തൻ രേഖ ശാലിനി, ഷിബു പ്രകാശൻ റിയാദ്, നൗഷാദ് തൻവീർ, വള്ളത്തോൾ സിസ്റ്റേഴ്സ്, റൂബി ഫൈസൽ എന്നിവർ മാഷിന്റെ മാങ്ങാ കച്ചവടത്തിൽ കുടുങ്ങി. അതെ, ആ ഇംഗ്ലീഷ് പെട്ടി അവിടെ പൊക്കോട്ടെ, അത് റൂബിയുടെ. മാങ്ങ കൊടുത്തു മാഷിക്ക് മാങ്ങാണ്ടി മാത്രം ബാക്കിയായി. അണ്ടി അത് കൊണ്ടുപോകാൻ ആവുന്നു. ആദ്യമായി തനിക്ക് പിണഞ്ഞ അബദ്ധമോർത്ത് മാഷ് ഇരിക്കുമ്പോൾ അതാ മാങ്ങ ഉണ്ടോ മാഷെ എന്നൊരു ചോദ്യം. നമ്മുടെ പൈസയിൽ മാഷ് മാവിന്റെ രണ്ടില പൊട്ടിച്ച് അവൻ അങ്ങോട്ട് കൊടുത്തു. അതും തലയിൽ വെച്ച് തുള്ളിച്ചാടി പോണ് കണ്ടോ? എന്തൊരു കോലം! അതിനിടയ്ക്ക് വീണ്ടും അധോലോകം ശക്തി പ്രാപിച്ചു. അതിലിപ്പോൾ അംഗസംഖ്യ കൂടുതലുണ്ട്. എല്ലാവർക്കും ഒരേ ചോദ്യം, മാഷ് എന്തിനീ ഗ്രൂപ്പ് തുടങ്ങി? അവസാനം അവർ മാഷോട് തന്നെ ചോദിച്ചു. മാഷേ, ചോദ്യം പ്രതീക്ഷിച്ച ബഷീർ മാഷ് ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ഫോൺ എടുത്തു. ഞാൻ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും അതൊന്ന് വായിച്ചേ. എല്ലാവരും ഫോൺ എടുത്ത് വായിക്കി. നിക്ക് നിക്ക് നിക്ക്, ഒരു താളൊക്കെ വേണ്ടേ? മ്യൂസിക്. ആ, ഇനി വായിച്ചോ. പ്രിയപ്പെട്ട കുട്ടികളെ, ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളിലൂടെ സഞ്ചരിച്ച എനിക്ക് നിങ്ങളെയും നിങ്ങളുടെ പ്രായത്തിൻ്റെ നോവിനെയും തിരിച്ചറിയാനാകും. വിദ്യാഭ്യാസ കാലത്തിനു ശേഷം ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ഓട്ടത്തിനിടയിൽ ബോധപൂർവമോ അല്ലാതെയോ പ്രിയപ്പെട്ട പലതും മാറ്റിവെച്ചവരാണ് നിങ്ങൾ. ഇത് പ്രായം നമ്മെ പിറകോട്ട് നോക്കാൻ പ്രേരിപ്പിക്കുന്ന സമയം. സ്വദേശത്തും വിദേശത്തുമായി കഴിയുന്ന നിങ്ങളിൽ കണ്ണിയറ്റു പോയവരായി ആരെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങളുടെ ഗുരുനാഥനായ എനിക്ക് നോക്കണ്ടേ? അതെൻ്റെ കടമയല്ലേ? ഈ ഒത്തുചേരലിലൂടെ മാനസികമായോ ശാരീരികമായോ തളർന്നു പോയവരെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ, അവരിൽ ആശ്വാസം നൽകാൻ കഴിഞ്ഞാൽ, അത് നിങ്ങളുടെയും അവരുടെയും ജീവിതത്തിന് പുതു ഊർജമേകും. അത് നമ്മുടെ മക്കളും ഈ സമൂഹവും മാതൃകയാക്കിയാൽ നിങ്ങളുടെ മാഷി സന്തോഷവാനായി. ഓരോ ഒത്തുചേരലുകളും മനുഷ്യരെന്ന നമ്മളെ നമ്മൾക്ക് തന്നെ തിരിച്ചറിയാനാകും. എൻ്റെ മക്കളെ, നിങ്ങൾക്കെൻ്റെ ഹൃദയപുഷ്പമാണ്.
അറിയാതെ മുഖം മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദിട്ടാശിക്കുന്ന മാലം വിരിഞ്ഞാതിരൂറും തേനൊന്ന് കൂടിച്ചിടുവാനേ. കടക്കണ്ണിൻ മൂന കൊണ്ടെന്നിടലഞ്ചിനാകം വെട്ടി പീഡിച്ചൊരു പെണ്ണാട് എന്റെ പീഡക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മാധുരത്തെ ലോലിപ്പിച്ച കണ്ണാട് എന്നെ കുടുക്കിയ പൂവോടെ. കടക്കണ്ണിൻ മൂന കൊണ്ടെന്നിടലഞ്ചിനാകം വെട്ടി പീഡിച്ചൊരു പെണ്ണാട് എന്റെ പീഡക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മാധുരത്തെ ലോലിപ്പിച്ച കണ്ണാട് എന്നെ കുടുക്കിയ പൂവോടെ. ചിരിയുള്ള കോയിലിന്റെ സ്വരമുള്ള പുതുപുതു മണവാട്ടി നിന്റെ അരിമുല്ലക്കീനാവിലെ അഴകേറും പുതുമാനൻ ഇത വരുന്നേ പെണ്ണേ ഇത വരുന്നേ. ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതുപുതു മണവാട്ടി നിന്റെ അരിമുല്ലക്കീനാവിലെ അഴകേറും പുതുമാരൻ ഇത വരുന്നേ പെണ്ണേ ഇത വരുന്നേ. വന്നാട്ടെ കാരക്ക കായ്ക്കുന്ന നാടിന്റെ മധുഹൂറും പിസ്സ പറഞ്ഞാട്ടെ. കാപ്പ് മല കണ്ട പൂക്കാട്ടെ കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ കാരക്ക കായ്ക്കുന്ന നാടിന്റെ മധുഹൂറും പിസ്സ പറഞ്ഞാട്ടെ. കയ്യിൽ കൊണ്ടു പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ ഉണ്ടു സഖി ഒരു കുലമുന്തിരി പങ്കിടുവാനായി നാലണ കയ്യിൽ കൊണ്ടു പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. മഹിമയരും സുൽത്താന് മലമഴവില്ലായിട്ടുള്ളൊരു കരിമോള് അവളുടെ മധുവൊഴുകും പേരാണ് ജമാലേ. മധുനിരാ പൂമോളല്ലേ മധുരപാതീരേ ലങ്കി മാറിയുന്നോടെ ലങ്കി മാറിയുന്നോടെ ലങ്കി മാറിയുന്നോടെ ലങ്കി മാറിയുന്നോടെ ലങ്കി മാറിയുന്നോടെ മധുവർണ്ണ പൂവല്ലേ മധുനിരാ പൂമോളല്ലേ മധുരപാതീരേ ലങ്കി മാറിയുന്നോടെ ലങ്കി മാറിയുന്നോടെ ലങ്കി മാറിയുന്നോടെ ലങ്കി 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 മാറിയുന്നോടെ ലങ്കി 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 മാറിയുന്നോടെ.